നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. എന്താണ് സൈബർ ലോസ് എന്ന് പറയുന്നത്? നമ്മളെന്താണ് നമ്മളൊരു ഇൻ്റർനെറ്റ് വേൾഡിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ടെക്നോളജീസ് ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ലോകത്താണ്. നമുക്ക് ഇൻ്റർനെറ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ഒരുപാട് ഗ്രോത്തും സംഭവിക്കുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരു ഒരു സൈബർ സ്പേസിന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്പേസാണ്. പക്ഷേങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് കൺസ്ട്രക്ഷൻസ് ആയിരിക്കും. അബ്സ്ട്രാക്റ്റ് ഡേറ്റേനെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തൊരു കൺസ്ട്രക്ഷൻ, ആ കൺസ്ട്രക്ഷൻ അതുപോലെ ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ഇതൊരു വിർച്വൽ മീഡിയമാണ്. സൈബർ സ്പേസ് ഒരു ഫിസിക്കൽ സ്പേസാണ്, അതുപോലെ തന്നെ ഒരു വിർച്വൽ മീഡിയമാണ്. അതുപോലെ തന്നെ ഇവിടെ ബൗണ്ടറീസോ അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ മാസോ ഗ്രാവിറ്റിയോ ഒന്നുമില്ല. എന്തിന്? ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈബർ ആക്ടിവിറ്റീസിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ നമ്മൾ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ഓപ്പറേഷൻസിനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ടെക്നോളജീസിലും അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉയർത്തേണ്ട ഒരു മേജർ ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇത് സൈബർ സെക്യൂരിറ്റി, അതായത് നമ്മുടെ ഇൻഫർമേഷൻസിൻ്റെ സെക്യൂരിറ്റി റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദെൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈബർ ലോ യൂസ് ചെയ്യുന്നത്. സൈബർ സ്പേസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈബർ ലോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൈബർ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയ സ്പേസാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഈ സൈബർ സ്പേസിൽ മെയിൻലി എന്താണ്, ഒരുപാട് കാര്യങ്ങൾ സൈബർ സ്പേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം ആ സൈബർ സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. അപ്പം ഒരു സൈബർ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കമ്പ്യൂട്ടേഴ്സ് വരും, നെറ്റ്വർക്ക്സ് വരും, സോഫ്റ്റ്വെയർ, ഡേറ്റ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് USB പോലുള്ള ഡിവൈസസ്, ഇൻ്റർനെറ്റ്, വെബ്സൈറ്റ്സ്, ഇമെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ് ആയ സെൽഫോൺസ്, ATM മെഷീൻസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? ഈ സൈബർ സ്പേസിൽ വരുന്നുണ്ട്. അപ്പം ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനായാലും, ഇപ്പം നമ്മുടെ തന്നെ കേസ് എടുക്കുക, നമ്മൾ തന്നെ ഒരുപാട് മൊബൈൽ ഫോൺസിലും ഒക്കെ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. അപ്പം ഈ ഇൻക്രീസ്ഡ് ഈ ഡിപ്പെൻഡൻസ് കൂടുന്നതനുസരിച്ച് സൈബർ സ്പേസിൽ ഒരുപാട് ക്രൈംസും നടക്കുന്നുണ്ട്. അത് ആൾക്കാർ കൂടുതൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് ഒരുപാട് ക്രൈംസും വരുന്നുണ്ട്. സൈബർ ക്രൈംസ് എന്താണെന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൈബർ ക്രൈം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സൈബർ ക്രൈമിൽ മെയിൻലി എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്രൈം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ തന്നെയായിരിക്കും ഈ ക്രൈമിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ രണ്ട് കേസും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേറൊരു കമ്പ്യൂട്ടറിനെ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ പല പല രീതിയിൽ സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. കൊമേഴ്സ്, അതായത് ഇലക്ട്രോണിക് കൊമേഴ്സിൽ എന്താണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ഇപ്പം ഒരുപാട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് ഒക്കെ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ അത് സൈബർ ക്രൈം നടക്കാനായിട്ട് അവിടെ ട്രേഡിംഗ് ഒക്കെ ഓൺലൈനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ സൈബർ ക്രൈംസിനും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ റോളും അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കെന്താണ്, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് എന്താണ്? ഫയർവാൾസ്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്, അതുപോലെയുള്ള ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ബട്ട് ഈ ടെക്നോളജീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ വാല്യുബിൾ ഡേറ്റേനെ ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് നമ്മുടെ വാല്യുബിൾ ഡേറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇതിൻ്റെ യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറപ്പ് പറയാൻ പറ്റില്ല. സോ IT ടൂൾസിൻ്റെ എക്സ്പേർട്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൈബർ വിക്ടിമൈസേഷൻ, ഈ സൈബർ ക്രൈംസിന് ഒരു വിക്ടിം ആവുന്നുണ്ട്. Along with the progression in technology, it is similarly important to be aware of cybercrime and other related issues thereof. അതായത്
ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് തന്നെ സൈബർ ക്രൈംസിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വരുന്നുമുണ്ട്. സോ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഒരാൾ അറിയുന്നതനുസരിച്ച് ഒരു സൈബർ ക്രൈം ആ ഫീൽഡിൽ എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ചും അവെയർ ആയിരിക്കണം. ഒരു സൈബർ സേഫ്റ്റി എന്ന് പറയുന്നത് ആ ടെക്നോളജീനെ അയാൾക്ക് എത്രമാത്രം അറിയാം എന്നുള്ളതിനെയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾ എത്രമാത്രം കെയർഫുള്ളായിട്ടിരിക്കുന്നു എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ അതിൻ്റെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. Then cyber laws portrays the legal issues associated with the use of communication technology. അതായത് സൈബർ ലോസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഫീൽഡ്സിൽ വരുന്ന ഇഷ്യൂസിനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ദെൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ വരുന്നത് സൈബർ സ്പേസ് ആണ്, അതായത് ഇൻ്റർനെറ്റ്. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ലീഗൽ ഫീൽഡ്സിനെ, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, പ്രൈവസി, ഫ്രീഡം, ജുറിസ്ഡിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ജംഗ്ഷനായിട്ടാണ് ഇൻ്റർനെറ്റ് ആക്ട് ചെയ്യുന്നത്. It is established that cyber law applies to regulations designed for the physical world. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനെ, അതായത് ഒരു ഫിസിക്കൽ വേൾഡിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടൻ റെഗുലേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ലോ വരുന്നത്. സൈബർ ലോസ് ബേസിക്കലി ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും WWW, അതായത് വേൾഡ് വൈഡ് വെബ്, സൈബർ സ്പേസ്, ഇൻ്റർനെറ്റ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടും ദെൻ ഓൺലൈൻ ട്രാൻസാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുമാണ് സൈബർ ലോസ് മെയിൻലി വരുന്നത്. Then the law for cyberspace is to control man and the machine. സൈബർ സ്പേസിലൊരു ലോ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും അതുപോലെ തന്നെ മെഷീനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ്. സൈബർ ലോസിൻ്റെ ഫണ്ടമെൻ്റൽ ഗോൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് അവിടെ ലീഗലൈസ് ചെയ്യേണ്ടത്, ടെക്നോളജീനെയല്ല. കാരണം ടെക്നോളജീനെ മിസ്ലീഡ് ചെയ്യിക്കുന്നത് ആരാണ്? ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ തന്നെയാണ് ഈ ടെക്നോളജീനെ മിസ്യൂസ് ചെയ്യുന്നത്. സൈബർ ലോസ് ആർ ടെക്നോളജി ഇൻറ്റൻസീവ് ലോസ് ആണ്. അഡ്വക്കേറ്റിംഗ് ദി യൂസ് ബട്ട് നോട്ട് ദി മിസ്ഹാൻഡ്ലിംഗ് ഓഫ് ടെക്നോളജി. അത് യൂസ് ചെയ്യാം, പക്ഷേ എങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അത് ബാഡ്ലി യൂസ് ചെയ്യുന്ന ആ എഫക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൈബർ ലോസ് യൂസ് ചെയ്യുന്നത്. ദെൻ സൈബർ ലോസ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സൈബർ സ്പേസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സൈബർ സ്പേസിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും, സൈബർ സ്പേസിനെ ആക്സസ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും വേറുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ടാണ് സൈബർ ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Law convert the rules of conduct that have been accepted by the government. Then laws എന്താണ്? ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത എല്ലാ റൂൾസിനെയും എല്ലാ റൂൾസിനെയും ഈ ലോ കവർ ചെയ്യുന്നുണ്ട്. Then and which are in force over a certain region and which must be followed by all people on that region. അതായത് ഒരു certain റീജിയനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ സർട്ടൻ റീജിയനിലുള്ള എല്ലാ ആൾക്കാരും അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ റൂൾസിൻ്റെ ബ്രീച്ച്, അതായത് ഈ റൂൾസിനെ നമ്മൾ ഇൻഎഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ റൂൾസിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് ഫൈനോ അല്ലെങ്കിൽ അതിന് കോമ്പൻസേഷനോ നമ്മൾ അടയ്ക്കേണ്ടി വരും. സൈബർ ലോസ് എന്ന് പറയുന്നത് സൈബർ ലോസ് മെയിൻലി സൈബർ ക്രൈംസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സൈബർ ലോസ് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡാറ്റ പ്രൊട്ടക്ഷൻ, പ്രൈവസി, അങ്ങനെയൊക്കെയുള്ള കേസിന് റിലേറ്റ് ചെയ്തിട്ടാണ് സൈബർ ലോസ് വരുന്നത്.